ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അൽഖുബൈബയിൽ നമ്മുടെ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്യുന്നിടം വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഫസ്റ്റ് ഡേ തന്നെ ദുബായ് ഫ്രെയിം കാണാനാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഇടം പിടിക്കാൻ പറ്റാന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല അല്ലേ? അതെ, ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് പിക്ചർ ഫ്രെയിമിനുള്ള അംഗീകാരം നമ്മുടെ ഒരു ദുബായ് ഫ്രെയിമിന് ലഭിച്ചിട്ടുണ്ട്. 150 മീറ്റേഴ്സ് ഹൈറ്റും 93 മീറ്റേഴ്സ് വിഡ്ത്തുമാണ് ദുബായ് ഫ്രെയിമിനുള്ളത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രെയിമിന് തന്നെ ഏറ്റവും താഴ്ത്ത നിലയിലുള്ള മ്യൂസിയമാണ്. ദുബായിയുടെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റ്സും ഒക്കെയാണ് മ്യൂസിയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് അഡൽസിന് 50 ദിർഹംസും കിഡ്സിന് 20 ദിർഹംസും ആണ്. 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ എൻട്രി ആണ്. അങ്ങനെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിതാ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. 2 ടവേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആണ് മുകളിലുള്ളത്. അതിന്റെ മിഡിലായിട്ട് ഒരു മിറർ വാക്വേ ആണ് ഉള്ളത്. ഹൈറ്റ്സ് പേടിയുള്ളവർക്ക് ഇതിലൂടെ നടക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നാം, സ്വാഭാവികം. എനിക്ക് എന്തായാലും തോന്നിയത്. എന്നെ പോലെ ഹൈറ്റ്സ് പേടിയുള്ളവരാണെങ്കിൽ താഴേക്ക് നോക്കാതെ നടക്കുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോ അറിയാതെ അങ്ങ് നോക്കിപ്പോയാൽ എവിടെ നിന്നില്ലാത്തൊരു പേടി തന്നെ അങ്ങ് കയറി വരും. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ദാ ഈ ഒരു വ്യൂ തന്നെയാണ്. ഈ വ്യൂ എന്നൊക്കെ പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ ഈ ഒരു ഫ്രെയിമിന്റെ ഒരു സൈഡ് ഓൾഡ് ദുബായും ഒരു സൈഡ് ന്യൂ ദുബായും ആണ്. നേരെ നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ഖലീഫ ഒക്കെ കാണാട്ടോ. മൊത്തത്തില് ലൈറ്റ്സ് ഒക്കെ അടിച്ചിട്ട് ക്യാമറയിൽ ഇത് അത്ര വിസിബിൾ അല്ലെങ്കിൽ കൂടി നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ഞാൻ ഇത് വെറും വാക്ക് പറയുന്നതല്ല, ട്രസ്റ്റ് മീ ഗൈസ്, വൺസ് എങ്കിലും ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മള് ദുബായ് ഫ്രെയിമിലേക്കുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ്സ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എയർപോർട്ടിൽ കുറച്ച് ഡിലേ വന്നുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് തന്നെ ക്ലോസിങ്ങിന് കുറച്ച് മുമ്പാണ് നമ്മളിവിടെ എത്തിയത്. നോർമലി ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 9 o'clock ടു ഈവനിങ് 9 o'clock വരെയാണ്. നമ്മൾ എത്തിയത് 8 മണിക്ക് ശേഷമാണ്. എന്തായാലും കിട്ടിയ ടൈം നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും ഉള്ള പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ എടുത്ത ആ ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രെയിമിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ സബീൽ പാർക്കിൽ പോയി കുറച്ചു നേരം ഇരുന്നു. ഇനി ഇവിടുന്ന് നേരെ പോണത് ഫുഡ് അടിക്കാനായിട്ട് നമ്മുടെ തലശ്ശേരി റെസ്റ്റോറന്റിലേക്കാണ്. എനിക്കാണെങ്കിൽ നമ്മുടെ ഫ്രെയിം എത്ര കണ്ടിട്ടും അങ്ങോട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തലശ്ശേരിയിൽ എത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സ്റ്റാർട്ടർ ആയിട്ട് സാലഡും ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ വൈനും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടേ. നല്ല അടിപൊളി അൽഫാം മന്തിയാണ് കഴിച്ചത്. നാട്ടിൽ നിന്ന് പോന്നി പിന്നെ ഇതാ ഇപ്പോഴാണ് കേട്ടോ മന്തി കഴിക്കുന്നത്. അതുകൊണ്ടാണോന്ന് അറിയില്ല, ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അപ്പൊ ശരി, സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.